പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവവചനം കേൾക്കുന്നത് കൊണ്ട് ഒരു വ്യക്തിയുടെ സാമ്പത്തിക മണ്ഡലത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ചാണ്. വേറൊരു വാക്കിൽ പറഞ്ഞാൽ, ദൈവവചനം ഭൗതികമായ അഭിവൃദ്ധിയിലേക്ക് ദൈവമക്കളെ നയിക്കുമോ എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. അനേകം ദൈവമക്കൾക്ക് തെറ്റായ ഒരു ധാരണ അവരുടെ ഹൃദയത്തിൽ ഉണ്ട്. അതിങ്ങനെയാണ്: വചനം കേട്ട് ആത്മീയതയിലേക്ക് വരുന്നതോടുകൂടെ പലതരത്തിലുള്ള തകർച്ചകളും പ്രയാസങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ്. അത് തെറ്റായൊരു ബോധ്യമാണ്. ദൈവത്തിൻ്റെ വചനം ദൈവമക്കൾക്കായി നൽകുന്ന വളരെ പ്രധാനപ്പെട്ടൊരു വാഗ്ദാനമാണ്. ഒരു ദൈവ പൈതൽ ദൈവവചനം കേട്ട് ദൈവത്തിലേക്ക് വരുന്നതോടുകൂടെ ആ ദൈവ പൈതലിന് ഭൗതികമായ ഉയർച്ചയുണ്ട്. ഞാനൊരു സംഭവം ഓർമ്മിക്കുകയാണ്. പാലക്കാട് രൂപതാതിർത്തിയിലുള്ള ഒരു കുടുംബത്തിൽ അച്ഛൻ വളരെ നാളുകൾക്ക് മുമ്പ് ഒരു സന്ദർശനം നടത്തി. അവർ ഒരു വാടക വീട്ടിൽ കഴിയുകയായിരുന്നു. എന്നാൽ കുറേ നാളുകൾക്ക് ശേഷം മറ്റൊരു രൂപതയിൽ അച്ഛൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ, എറണാകുളത്ത് അച്ഛൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ, ആ പരിസര പ്രദേശത്തുള്ള ഒരു ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഈ കുടുംബത്തെ വീണ്ടും കണ്ടുമുട്ടി. അവർ പറഞ്ഞു, അച്ചോ, ഇപ്പോൾ ഞങ്ങൾ പാലക്കാട് രൂപതയിൽ നിന്ന് മാറി ഇവിടെ ഈ രൂപതയിലാണ് താമസമാക്കിയിരിക്കുന്നത്. ഞങ്ങളൊരു പുതിയ വീട് പണിതു. അച്ഛൻ തീർച്ചയായിട്ടും വരണം. അച്ഛൻ ആ വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ നിർബന്ധപ്രകാരം അച്ഛൻ ആ ഭവനത്തിലേക്ക് ചെന്നു. ആ ഭവനത്തിൽ ചെന്നപ്പോൾ എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിക്കാത്ത വിധം അത്രയ്ക്കും അത്ഭുതകരമായ വ്യത്യാസങ്ങളാണ് ഭവനത്തിൽ ഞാൻ കണ്ടത്. വലിയ കൊട്ടാര സദൃശമായൊരു വീട്, ഒരു വലിയ മാർബിൾ കൊട്ടാരം തന്നെ. ഈ വീടിൻ്റെ മട്ടും ഭാവവും പ്രൗഢിയും ഗാംഭീര്യവും എല്ലാം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, വെറും ഒരു വാടക വീട്ടിൽ കടന്നിരുന്ന നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും വലിയ അനുഗ്രഹം പ്രാപിച്ചത്? അപ്പോഴാണ് കുടുംബനാഥൻ പറഞ്ഞത്, അച്ചോ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ദൈവം തന്നതാ. ഉടനെ ഞാൻ ചോദിച്ചു, ദൈവം തന്നതോ? അതെങ്ങനെയാണ് ദൈവം തന്നത്? അപ്പോൾ ചേട്ടത്തി പറഞ്ഞു, ഞാൻ പറയാച്ചാ, എല്ലാം ഞാൻ പറയാം. ഞങ്ങൾക്ക് ആണും പെണ്ണുമായിട്ട് ആകെ ഒരേ ഒരു മോൻ മാത്രമേ ഉള്ളൂ. അവനെ ഞങ്ങൾ താലോലിച്ച് വളർത്തി. ചെറുപ്പത്തിൽ അവൻ വലിയ വികൃതിയായിരുന്നു. എങ്കിലും ഞങ്ങൾ ചെറുപ്പത്തിൽ അവൻ്റെ കുഞ്ഞുനാളിൽ ഞങ്ങൾ ധ്യാനത്തിന് പോകുമ്പോൾ ഞങ്ങളെപ്പോഴും അവനെ കൂടെ കൊണ്ടുപോകും. എഴുമുട്ടം ധ്യാന കേന്ദ്രത്തിലും പോട്ട ആശ്രമത്തിലൊക്കെ ഞങ്ങൾ ധ്യാനത്തിന് പോയിട്ടുണ്ട്. ഏകദിന ധ്യാനങ്ങൾക്ക് പോകുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഞങ്ങൾ അവനെ കൊണ്ടുപോകും. അവൻ അന്നൊരു വികൃതിയായിരുന്നു. എഴുമുട്ടം ധ്യാന കേന്ദ്രത്തിലൊക്കെ ചെന്നിരുന്ന ആളുകൾ അവൻ ധ്യാനത്തിനൊരു സ്ഥലത്ത് പിടിച്ചിരുത്തിയാൽ അവൻ ഇരിക്കുകയില്ല. അവനൊരു കുഞ്ഞാണ്. അവൻ എഴുന്നേറ്റ് ഓടി നടക്കും. അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ചെന്ന് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കും. റബ്ബർ തോട്ടത്തിലൂടെയൊക്കെ നടക്കും. റബ്ബറിൻ്റെ ഒട്ടുപാലും ചിരട്ടയെല്ലാം തട്ടിമറിച്ചിടും. ഒട്ടുപാലെല്ലാം പൊളിച്ച് അവിടെ എല്ലാം ശല്യം ഉണ്ടാക്കും. പലരും പറഞ്ഞു, എന്തിനാണ് ഈ വികൃതിനെ ഇങ്ങനെ കൊണ്ടുവരുന്നത്? ഇവനെ വീട്ടിലിരുത്തിയാൽ മതി, മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകുന്നത് കണ്ടില്ലേ? എങ്കിലും ഞാൻ അവനെ ത്യാഗപൂർവം എൻ്റെ കൂടെ വചനം കേൾക്കാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. കേൾക്കുന്ന വചനങ്ങളെല്ലാം തിരിച്ചറിയാൻ മാത്രമുള്ള പ്രായമൊന്നും അവനുണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ അവനെ എൻ്റെ കൂടെ ധ്യാന കേന്ദ്രങ്ങളിൽ വചനം കേൾക്കാൻ കൂട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അവൻ 4ാം ക്ലാസ് വരെ വലിയ വികൃതിയായിരുന്നു. 4ാം ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചപ്പോൾ അവൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം വന്നു. വീണ്ടും അവൻ ഹൈസ്കൂളിലേക്ക് പ്രവേശിച്ചപ്പോൾ അവൻ്റെ സ്വഭാവം വളരെയേറെ വ്യത്യാസപ്പെട്ടു. അവൻ്റെ പഠനം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. അവൻ കൂടുതൽ പഠിക്കാൻ തുടങ്ങി. 10ാം ക്ലാസ്സിൽ അവൻ വലിയ നിലയിൽ പാസ്സായി, നല്ല മാർക്കോടെ പാസ്സായി. 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിൽ പത്രത്തിലൊരു പരസ്യം വന്നു, കുറവലങ്ങാട് ഒരു പ്രത്യേക കോഴ്സ് ആരംഭിക്കുന്നു. അവൻ ആ കോഴ്സിന് ആപ്ലിക്കേഷൻ കൊടുത്തു. ആ കോഴ്സിൽ പെട്ടെന്ന് അവന് സെലക്ഷൻ കിട്ടി. അവൻ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പുറത്ത് വന്നപ്പോൾ, നല്ല നിലയിൽ പാസ്സായി പുറത്ത് വന്നപ്പോൾ, കുവൈറ്റിലെ ഒരു കമ്പനിയുടെ പരസ്യം പത്രത്തിൽ കണ്ടു. അവൻ വെറുതെ അപ്ലൈ ചെയ്തു. പെട്ടെന്ന് തന്നെ അവൻ്റെ ജീവിതത്തിൽ കർത്താവ് അവൻ ആ വാതിൽ തുറന്നു കൊടുത്തു. കുവൈറ്റിലെ കമ്പനി നടത്തിയ ആ ഇൻ്റർവ്യൂവിൽ അവന് ആ കമ്പനി മാനേജർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കമ്പനിയുടെ ചെലവിൽ വിസയും മറ്റ് ടിക്കറ്റെല്ലാം എടുത്ത് കമ്പനിയുടെ ചെലവിൽ ഇവനെ കുവൈറ്റിലേക്ക് കൊണ്ടുപോയി. ഇവന് 27 വയസ്സായിട്ടുള്ളൂ. പക്ഷേ ഒരുപാട് ലക്ഷങ്ങൾ സമ്പാദിച്ചു കഴിഞ്ഞു. അവൻ കമ്പനി ചെന്ന്, കമ്പനിയിൽ ആദ്യം അവന് വളരെ താഴ്ന്നൊരു ജോലിയാണ് കൊടുത്തത്. ആ ജോലിയിൽ അവൻ വളരെ മികവ് പുലർത്തുന്നതായി ആ അറബിക്ക് ബോധ്യപ്പെട്ടു. അറബി പെട്ടെന്ന് അവന് പ്രമോഷൻ നൽകി. ഈ ചെറുപ്രായത്തിൽ തന്നെ ഇപ്പോൾ അവൻ ആ കമ്പനിയുടെ ഉന്നതമായ സ്ഥാനത്തെത്തിയിരിക്കുകയാണ്.
ലക്ഷക്കണക്കിന് രൂപ അവന് ശമ്പളം കിട്ടാൻ തക്കവിധമുള്ള ഒരു വലിയ തസ്തിക കമ്പനി മാനേജർ അല്ലെങ്കിൽ അറബി അവന് നൽകിയിരിക്കുകയാണ്. അവൻ മാസം തോറും ഭവനത്തിലേക്ക് പണം അയക്കും. അപ്പോഴെല്ലാം മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന നിർദ്ദേശമുണ്ട്, എൻ്റെ ഈ ഉയർച്ചയുടെ അടിസ്ഥാനം എൻ്റെ കുഞ്ഞുനാൾ മുതലേ ഞാൻ കേട്ട ദൈവത്തിൻ്റെ വചനങ്ങളാണ്. അതുകൊണ്ട് ഞാൻ അയക്കുന്ന ഈ ശമ്പളത്തിൻ്റെ വലിയൊരു ഭാഗം ദൈവവചനം പ്രചാരം നേടാൻ ദൈവവചന പ്രഘോഷണ കേന്ദ്രങ്ങൾക്ക് കൊടുക്കണം. വലിയൊരു ഭാഗം അനാഥ മന്ദിരങ്ങൾക്ക് കൊടുക്കണം. ഇത് മുഴുവൻ നമുക്ക് അവകാശപ്പെട്ടതല്ല, ദൈവവചനമാണ് നമ്മുടെ ഉയർച്ചയുടെ അടിസ്ഥാനം. അതുകൊണ്ട് ദൈവവചന വേലയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത് ദൈവവചന വേലയ്ക്ക് വേണ്ടി പണത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾ നിർബന്ധമായും കൊടുക്കണം. അങ്ങനെ നിരവധി കേന്ദ്രങ്ങളിൽ ഞങ്ങൾ ഇന്ന് പണം കൊടുക്കുന്നുണ്ടെന്ന് ആ അമ്മ സാക്ഷ്യപ്പെടുത്തിയത് ഞാൻ ഓർമ്മിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചൊരു സംഭവമാണിതെന്ന് ഞാൻ കരുതുന്നില്ല. ദൈവത്തിൻ്റെ വചനം ദൈവമക്കൾക്ക് വിശുദ്ധ ലിഖിതങ്ങളിൽ വാഗ്ദാനം തന്നിട്ടുണ്ട്. ഒരു ദൈവ പൈതലിൻ്റെ ആനന്ദം കർത്താവിൻ്റെ വചനത്തിലാണെങ്കിൽ അവൻ്റെ ഭൗതിക മണ്ഡലത്തിൽ കർത്താവ് ഇടപെടും. സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിലെ 2ഉം 3ഉം വചനങ്ങൾ, 150 സങ്കീർത്തനങ്ങളുള്ള സങ്കീർത്തന പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെയും 3-ാമത്തെയും വചനങ്ങൾ ഇപ്രകാരമാണ് അനുഗ്രഹമുള്ള ഒരു ദൈവ പൈതലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. നീർച്ചാലിനരികെ നട്ടതും ഇല കൊഴിയാത്തതും യഥാകാലം ഫലം തരുന്നതുമായ വൃക്ഷം പോലെയാണവൻ. ഒരു വ്യക്തി കർത്താവിൻ്റെ മാർഗത്തിലേക്ക് വന്ന് വചനത്തിന് ഹൃദയത്തിൽ 1-ാം സ്ഥാനം കൊടുത്താൽ അത് അവൻ്റെ ഭൗതിക മണ്ഡലത്തിൽ അത്ഭുതകരമായ ഉയർച്ചയ്ക്ക് കാരണമാകും. ഇവിടെ കർത്താവിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ ബൈബിളിൽ നിയമം, അരുളപ്പാട്, വാഗ്ദാനങ്ങൾ, പ്രമാണം ഇതങ്ങ് പറയുമ്പോൾ ദൈവവചനത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ആനന്ദം കർത്താവിൻ്റെ വചനത്തിലാണെങ്കിൽ അവനെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുകയാണ്, നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയായി തീരും. വീണ്ടും ദൈവത്തിൻ്റെ വചനം വാഗ്ദാനം നൽകുകയാണ്, അവൻ്റെ സകല പ്രവൃത്തികളും സഫലമാകും. ഇന്ന് ഞാൻ കണ്ടിട്ടുണ്ട് പല ആളുകളെയും ധ്യാനം എന്ന് കേട്ടാൽ താല്പര്യമില്ല, ദൈവവചനം എന്ന് കേട്ടാൽ താല്പര്യമില്ല. കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, ഹൈസ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിൽ, UP സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിൽ, യുവജനമായിരിക്കുന്ന യുവത്വത്തിൽ ദൈവവചനം, ധ്യാനം, പ്രാർത്ഥന ഇതിനോട് വല്ലാതൊരു വിരക്തി. ഇത് തകർച്ചയിലേക്ക് നയിക്കും. ഇത് ജീവിതത്തിൽ തകർച്ച അനുഭവിക്കാനുള്ള തുടക്കമാണ്. ഒരു വ്യക്തിയുടെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണെങ്കിൽ അവനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചിട്ട് ഇങ്ങനെയാണ്, അവൻ്റെ സകല പ്രവൃത്തികളും സഫലമാകും. ഞാൻ ഈ പഠിക്കുന്ന എൻ്റെ ഈ പഠനം കൊണ്ട് എനിക്ക് നാളെ ഫലമുണ്ടാകണമെങ്കിൽ, എൻ്റെ ഈ പഠനം, എൻ്റെ ഈ വിദ്യാഭ്യാസം സഫലമായി തീരണമെങ്കിൽ എൻ്റെ ഈ ചെറുപ്പത്തിൽ തന്നെ അല്ലെങ്കിൽ യുവത്വത്തിൽ തന്നെ ഞാനിപ്പോൾ ഏത് അന്തസ്സിലാണോ ആ അന്തസ്സിൽ എനിക്ക് ദൈവത്തിൻ്റെ വചനത്തോട് താല്പര്യം വേണം. ഞാനൊരു വൈദികൻ എന്ന നിലയിൽ എനിക്ക് ദൈവത്തിൻ്റെ വചനത്തോട് എൻ്റെ ജീവിതാന്തസ്സിന് അനുസരിച്ച വിധത്തിൽ താല്പര്യം വേണം. ഓരോരുത്തരും അവരവരായിരിക്കുന്ന അവസ്ഥയിൽ അവരവരുടെ ജീവിതാന്തസ്സിന് അനുസരിച്ച് ദൈവവചനത്തോട് അദമ്യമായ സ്നേഹവും താല്പര്യവും ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ അവരുടെ സകല പ്രവർത്തനങ്ങളിലും ഉണ്ടായിരിക്കും. വചനം പഠിപ്പിക്കുന്നു, അവരുടെ സകല പ്രവൃത്തികളും സഫലമാകുന്നു. കാരണം അവൻ രാവും പകലും കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുന്നു, വചനം കേൾക്കുന്നു, വചനത്തെക്കുറിച്ച് ധ്യാനിക്കുന്നു. ഇത് അനുഗ്രഹം വിളിച്ചു വരുത്തുന്ന വലിയൊരു ദൈവിക പ്രവൃത്തിയാണ്. ജോഷുവയുടെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ വചനം അനുഗ്രഹത്തിലേക്ക് നയിക്കാൻ ദൈവമക്കൾക്ക് നൽകുന്ന വലിയൊരു വെളിപാട് നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനത്തിൽ ജോഷുവ 1-ാമത്തെ അധ്യായം 7-8 വാക്യങ്ങൾ വചനം പഠിപ്പിക്കുന്നു, എൻ്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും അവയിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കാതിരിക്കുകയും ചെയ്യുക. അപ്പോൾ നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയിക്കും. നിന്റെ ഉദ്യമങ്ങളിലെല്ലാം വിജയിക്കാൻ ദൈവം ഒരു വഴി കാണിച്ചു തരികയാണ്. എൻ്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളിൽ, വചനങ്ങളിൽ, പ്രമാണങ്ങളിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കാതിരിക്കുക. ഇടം വലം വ്യതിചലിക്കാതെ ദൈവത്തിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് വചനപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കണം. വചനപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുന്നത് മാത്രമല്ല, ജീവിതത്തിൽ രാവും പകലും അതിനെക്കുറിച്ച് ധ്യാനിക്കണം. രാവും പകലും ധ്യാനിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ,
അതാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 4:21 പറയുന്നത്, ദൃഷ്ടിപഥത്തിൽ നിന്ന് അത് മാഞ്ഞു പോകരുത്. കേൾക്കുന്ന വചനങ്ങൾ ഉള്ളിൽ സ്വീകരിച്ച് ദൃഷ്ടിപഥത്തിൽ, ഭാവനയിൽ, ഓർമ്മയിൽ അത് കാത്തു സൂക്ഷിക്കണം. ദൃഷ്ടിപഥത്തിൽ നിന്ന് അത് മാഞ്ഞു പോകരുത്. രാവും പകലും അതിനെക്കുറിച്ച് ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും എല്ലാ കാര്യങ്ങളിലും നിനക്ക് വിജയമുണ്ടാവുകയും ചെയ്യും. അഭിവൃദ്ധി പ്രാപിക്കാൻ, വിജയമുണ്ടാകാൻ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവമായ കർത്താവിൻ്റെ വചനത്തെ രാവും പകലും ധ്യാനിക്കണം. അച്ഛൻ ഷാർജയിൽ ചെന്നപ്പോൾ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡർ അച്ഛനെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊണ്ടുപോയി. 40 ലക്ഷം രൂപയുടെ ഒരു കാറിലാണ് കൊണ്ടുപോയത്. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ചില ആളുകൾക്ക് ഞാൻ ഈ 40 ലക്ഷം രൂപയുടെ കാറിൽ സുവിശേഷം പ്രസംഗിക്കാൻ പോകുന്നതിൽ പ്രയാസമുണ്ട്. അച്ഛൻ ഇതിനെക്കുറിച്ചൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് നൽകിയൊരു സന്ദേശം ഞാൻ ആ വ്യക്തിയോട് പങ്കുവെച്ചു. കർത്താവ് നൽകിയ സന്ദേശം എങ്ങനെയാണ്? ദൈവമായ കർത്താവിൻ്റെ വചനങ്ങളെ ധ്യാനിക്കുകയും ദൈവമായ കർത്താവിൻ്റെ വചനങ്ങൾ പ്രകാരം ജീവിതം ക്രമീകരിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ ഉയർച്ച കർത്താവ് പ്രദാനം ചെയ്യും. ഈ വാക്യങ്ങൾ, ഈ ബോധ്യങ്ങൾ അദ്ദേഹത്തോട് പങ്കുവെച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഈ ഉയർച്ചയുടെ അടിസ്ഥാനം ദൈവത്തിൻ്റെ വചനമാണ്. ഞാൻ നാട്ടിൽ പോളിടെക്നിക്ക് പഠിച്ച് 3 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് ചെറിയ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചാണ് ഇവിടെ വന്നത്. ഈ ഷാർജ വന്നപ്പോൾ എനിക്ക് ചെറിയ ജോലി കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നാട്ടിലൊരു ദൈവവചന ശുശ്രൂഷ വന്നത്. ധ്യാനത്തിൽ ഞാനും പങ്കുചേർന്നു. ആ ധ്യാനത്തിൽ വെച്ച് ദൈവവചനത്തോടെ എനിക്കൊരു തുറവി കിട്ടി. ഞാൻ വചനം കേൾക്കാനും എന്നും വചനം വായിക്കാനും തുടങ്ങി. വചനപ്രഘോഷണം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് വേഗം വചനപ്രഘോഷണത്തിന് പോകും, ധ്യാനത്തിൽ കൂടും. വീട്ടിൽ ചെന്നാൽ ബൈബിൾ വായിക്കും, ഹൃദയത്തിൽ സ്പർശിച്ച വചനങ്ങൾ വീണ്ടും വീണ്ടും പറയും. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ വചനത്തോട് ഞാൻ വലിയ താല്പര്യവും തുറവിയും എനിക്ക് ദൈവം ദാനമായി തന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി എത്രമാത്രം എൻ്റെ ഹൃദയം തുറന്നോ അത്രയ്ക്ക് എൻ്റെ ജോലി സ്ഥലത്ത് എൻ്റെ ദൈവം എന്നെ ഉയർത്തിക്കൊണ്ടിരുന്നു. എൻ്റെ സ്പോൺസർ അറബിക്ക് എന്നോട് വലിയ മതിപ്പ് തോന്നി. എന്നെ ഒരു ഏരിയ മുഴുവൻ്റെയും ഹെഡായി നിയമിച്ചു. വീണ്ടും അദ്ദേഹം വചനത്തിനും പ്രാർത്ഥനയ്ക്കും സ്ഥാനം കൊടുത്തപ്പോൾ ആ സ്പോൺസർ അറബിക്ക് വീണ്ടും മതിപ്പ് കൂടി. അദ്ദേഹത്തെ ഷാർജ മുഴുവനുമുള്ള അദ്ദേഹത്തിൻ്റെ സകല നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റായി അറബിയാൽ നിയമിക്കപ്പെട്ടു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഈ കാറ് അറബി വാങ്ങിച്ചു തന്നാണ്, എൻ്റെ ഫ്ലാറ്റ് അറബി തന്നതാണ്, എൻ്റെ മുഴുവൻ ചെലവും അറബി തീർക്കുന്നു. മാത്രമല്ല മാസം തോറും വലിയൊരു തുക ശമ്പളമായി തരുന്നു. ഇന്ന് ഈ കാറും എൻ്റെ ഈ ഫ്ലാറ്റും എൻ്റെ ഈ പ്രൗഢിയെല്ലാം ഇവിടെ എൻ്റെ ഉദ്യോഗത്തിൻ്റെ ഭാഗമായി അറബിയിലൂടെ ദൈവം എനിക്ക് തന്നതാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ സ്വന്തം കഴിവിലുള്ള ആശ്രയം വിട്ട്, സ്വന്തം ബുദ്ധിയിലുള്ള ആശ്രയം വിട്ട് ദൈവമായ കർത്താവിൻ്റെ വചനത്തിന് വലിയ സ്ഥാനം കൊടുത്ത് രാവും പകലും അതിനെക്കുറിച്ച് ധ്യാനിച്ച് അതുപ്രകാരം ജീവിക്കാൻ, ഇടം വലം തിരിയാതെ അതുപ്രകാരം ജീവിക്കാൻ ഹൃദയത്തിൽ ഒരു വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായാൽ, അതിനുള്ള തീരുമാനം ഉണ്ടായാൽ, ആ വ്യക്തിയുടെ ഭൗതിക മണ്ഡലത്തിൽ അത്ഭുതകരമായ വ്യത്യാസങ്ങൾ വരിക തന്നെ ചെയ്യും. ഈ നിമിഷങ്ങളിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ, തകർച്ചകളുടെ മേഖലകളിൽ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി വരാൻ വചനത്തോടൊരു വലിയ തുറവി ഉണ്ടാകട്ടെ. ദൈവവചനത്തോട് വലിയ അദമ്യമായൊരു ആഗ്രഹം ഉണ്ടാകട്ടെ. വചനത്തിന് വേണ്ടി ഉത്കടമായൊരു അഭിവാഞ്ച ഉണ്ടാകട്ടെ. വചനത്തിന് വേണ്ടി ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു ദാഹം അങ്കുരിക്കട്ടെ. എല്ലാ ദൈവമക്കളും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വചനത്തിന് വേണ്ടിയുള്ള ദാഹം നൽകണമേ. വചനത്തോടുള്ള വലിയ ദാഹം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഹൃദയത്തിൻ്റെ മരപ്പ്, മന്ദത, തുറവില്ലായ്മ, വിശ്വാസരാഹിത്യം, ഭക്തിരാഹിത്യം, അവിശ്വാസം, നിരീശ്വര ചിന്തകൾ, എതിർ ചിന്തകൾ, മല്ലടിക്കുന്ന പ്രകൃതങ്ങൾ ഇവയെല്ലാം കഴുകിക്കളയണമേ. വചനത്തിന് വേണ്ടി ഒരു ദാഹം തരണമേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നീർച്ചാലുകളായി ഒഴുകട്ടെ. ദൈവത്തിൻ്റെ വചനം നീർപ്രവാഹമായി ഒഴുകട്ടെ. ഹൃത്തടങ്ങളിലേക്ക് ഒഴുകട്ടെ. അരുവിയായി വ്യാപരിക്കട്ടെ. അവിടുന്ന് ആകാശത്തു നിന്ന് വരുന്ന മഞ്ഞുപോലെ എല്ലാ കുടുംബങ്ങളിലേക്കും ഹൃദയങ്ങളിലേക്കും വചനത്തിൻ്റെ അഭിഷേകം നൽകുന്നു. 147 സങ്കീർത്തനത്തിൽ പറയുന്നു, കർത്താവ് കൽപ്പനകൾ അയക്കുന്നു, കർത്താവിൻ്റെ വചനം പാഞ്ഞു വരുന്നു. ഉന്നതങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ വചനം പാഞ്ഞു വരുന്നു. ഹൃദയങ്ങൾ വചനം സ്വീകരിക്കാൻ വേണ്ടി ആഗ്രഹിക്കട്ടെ. വചനത്തോടുള്ള വലിയ താല്പര്യം കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ സ്പർശിക്കണമേ. എല്ലാ ഹൃദയങ്ങളെയും വചനത്തിന് വേണ്ടി ഒരുക്കണമേ. എല്ലാ ഹൃദയങ്ങളെയും വചനത്തിന് വേണ്ടി തുറക്കണമേ. എല്ലാ കുടുംബങ്ങളെയും വചനത്തിന് വേണ്ടി സജ്ജീകരിക്കണമേ. എല്ലാ ജീവിതങ്ങളെയും വചനത്തിന് വേണ്ടി അഭിഷേകം ചെയ്യണമേ. വചനത്താൽ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ. വചനത്താൽ തകർച്ചകൾ മാറട്ടെ. വചനത്താൽ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറട്ടെ. വചനത്താൽ ദാരിദ്ര്യം മാറട്ടെ. വചനത്താൽ ക്ഷാമങ്ങൾ മാറട്ടെ.
വചനത്താൽ കടബാധ്യതകൾ മാറട്ടെ. വചനത്താൽ പലതരത്തിലുള്ള അധപതനങ്ങൾ വിട്ടുപോകട്ടെ. വചനത്തിൻ്റെ ശക്തിയാൽ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ പേര് ജോർജ്, കോട്ടപ്പുറം രൂപത. എനിക്ക് ഷുഗർ തുടങ്ങിയിട്ട് 8 വർഷമായി. എൻ്റെ കാലിൻ്റെ ചെറുവിരൽ പഴുത്ത് പകുതി പോയി. ഭയങ്കര സ്മെല്ലായിരുന്നു. ഇവിടെ വന്ന് സിയോൻ ധ്യാനേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടാമെന്ന് പ്രാർത്ഥിച്ച ആ നിമിഷം എൻ്റെ കാലിൻ്റെ അസുഖം മാറി. എനിക്ക് യാതൊരു കുഴപ്പമില്ല കാലിന്. ഇപ്പം എനിക്ക് നടക്കാൻ അതുകൂടാണ്ട് എനിക്ക് പച്ചവെള്ളത്തിൽ കുളിച്ചാൽ അപ്പം പനി വരുമായിരുന്നു. ഇപ്പം ഇവിടെ വന്നിട്ട് ഞാൻ ദിവസവും പച്ചവെള്ളത്തിൽ 2 നേരം കുളിക്കുന്നുണ്ട്. എനിക്ക് പനിയിലൊന്നുമില്ല. തമ്പുരാൻ എന്നെ അനുഗ്രഹിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം. കാണിക്കാം. എൻ്റെ പേര് ജീന. ഞാൻ നിലമ്പൂരിൽ നിന്ന് വരുന്നു. 2 വർഷമായി ഞാൻ കണ്ണാടി ഉപയോഗിച്ചിരുന്നു. എനിക്ക് അതികഠിനമായ തലവേദനയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിയോൻ ടീമിൻ്റെ നേതൃത്വത്തിലുള്ള കൺവെൻഷൻ ഞാൻ സംബന്ധിക്കാനിടയായത്. ആ കൺവെൻഷൻ സമയത്ത് ഞാൻ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ യേശു പൂർണ്ണമായ സൗഖ്യം നൽകി. എനിക്ക് പൂർണ്ണമായ സൗഖ്യം നൽകി യേശുവിനെ ഞാൻ സ്തുതിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ. എൻ്റെ പേര് ചാക്കോ, പാലക്കാട് രൂപത, ജല്ലിപ്പാറ ഇടവക. എനിക്ക് ഒരു 5-6 വർഷമായിട്ട് നടുവേദനയാണ്. ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിച്ച് കഴിഞ്ഞാൽ, ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ തൽക്കാലത്തേക്കൊന്ന് കുറയും. എന്നാലും വിട്ടുമാറാത്തൊരു നടുവേദന. കുനിഞ്ഞ് ഒരു മിനിറ്റ് പോലും എനിക്ക് ഒരു ജോലി ചെയ്യാനോ അതുപോലെ തന്നെ വെയിറ്റ് എടുക്കാനോ പറ്റാത്തൊരു അവസ്ഥ. എനിക്ക് കൊന്തയെല്ലാം പോലും നിലത്തിരുന്ന് കൊന്തയെല്ലാം പോലും പറ്റാത്തൊരവസ്ഥ. കട്ടിലിരുന്ന് ഒരിത്തിരി കഴിയുമ്പോഴേക്കും കാല് കയറ്റി വെക്കണം, പിന്നെ ചെരിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ തലയണ വെച്ച് ഇരിക്കണം. അങ്ങനെ ഒരവസ്ഥ. ഇവിടെ വന്ന് ഞാൻ ഈ വട്ടയ്യച്ചൻ്റെ ആന്തരിക സൗഖ്യ ധ്യാനത്തിൽ കൂടിയ 2ാമത്തെ ദിവസം മുതൽ എനിക്കൊരു സൗഖ്യം കിട്ടി. 3ാമത്തെ ദിവസം സ്തുതിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ശരിക്ക് പൂർണ്ണമായ എൻ്റെ നടുവേദന വിട്ടുമാറി. എനിക്കിപ്പം നിലത്തിരുന്നോ, എങ്ങനെ വേണമെങ്കിലും ഇരിക്കാനോ, എത്ര നേരം വേണമെങ്കിലും നിന്നോ, നിൽക്കുന്നതിനോ ഇരിക്കുന്നതിനോ യാതൊരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ നടുവേദന പൂർണ്ണമായി മാറി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് മേഴ്സി, തോട്ടുമുക്ക് തണുവീട്, താമരശ്ശേരി രൂപത, കോഴിക്കോട് ജില്ലയിൽ. എനിക്ക് 5-6 മാസമായിട്ട് കൈ പൊക്കാൻ മേലായിരുന്നു. അതുപോലെ നട്ടലിന് വേദനയായിരുന്നു. തല കുനിക്കത്തില്ല, പെടൽ വേദന. ഞാൻ ആശുപത്രിയിൽ 20 ദിവസം ആശുപത്രിയിൽ കിടന്നിട്ട് വന്ന് എനിക്ക് അങ്ങനെ അസുഖത്തിന് കുറവൊന്നും വന്നില്ല. എന്നിട്ട് എൻ്റെ പൈസ പോയെന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് എന്നോട് ആശുപത്രിയിൽ നിന്ന് തന്നെ എൻ്റെ ചേട്ടൻ പറഞ്ഞു, ഞാൻ ധ്യാനത്തിന് പോകാൻ എൻ്റെ പേര് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്ക് അതിനോട് വലിയ വിശ്വാസം തോന്നിയില്ല. എന്ന് വെച്ചാൽ ഞാൻ ധ്യാനം കുറേ കൂടിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇവിടെ വന്ന് ധ്യാനം കൂടി ബുധനാഴ്ച സേവറച്ചിൻ്റെ പ്രാർത്ഥനയോടുകൂടി എനിക്ക് നല്ല പൂർണ്ണ സൗഖ്യം തരുകയും എൻ്റെ കൈ പൊക്കാൻ പറ്റുകയും ചെയ്യും. അതുപോലെ അലർജി എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. 10-20 വർഷമായിട്ട് ഭയങ്കര അലർജിയുടെ രോഗമായിരുന്നു. ഇവിടെ വന്നിട്ട് ഒരാഴ്ച 5 ദിവസമായിട്ടും എനിക്കിതുവരെ തുമ്മലോ ഒരു തലവേദനയോ ഉണ്ടായിട്ടില്ല.